കഴിഞ്ഞ ദിവസം SIR-നെ കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ചിലർക്ക് കുറച്ച് സംശയങ്ങൾ ഉള്ളതായിട്ട് അറിഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള സംശയങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ വരുന്നത്. അതിനകത്ത് സംശയങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ലിസ്റ്റ് ഓഫ് സംശയം, അതായത് 2022 ലിസ്റ്റിൽ പേരുണ്ട്, 2025 ലിസ്റ്റിലില്ല, എന്ത് ചെയ്യും? അതേപോലെ തന്നെ 2025 ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് DLOമാരുടെ കയ്യിൽ ഫോം ഇല്ല, പ്ലീസ് ഹെൽപ്പ്. 2022 വോട്ടർ പട്ടികയിലുണ്ട്, പക്ഷെ 2025 വോട്ടർ പട്ടികയിലില്ല. ഇതുകൊണ്ട് തന്നെ എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടില്ല, എന്താ ചെയ്യുക? പിന്നെ കുടുംബത്തിന്റെ വിഷയം, അതായത് മാതാപിതാക്കളല്ലാത്ത വേറെ ആർക്കാണ് ഇതിനെക്കുറിച്ച്, അതായത് ഇപ്പൊ നമ്മളിപ്പോ നാട്ടിലില്ലെങ്കിൽ വേറെ ആർക്കാണ് ഈ എന്യൂമറേഷൻ ഫോമിന്റെ സിഗ്നേച്ചർ ഇടാൻ പറ്റുന്നത് എന്നുള്ളൊരു സംശയം പല രീതിയിലും വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ നിബന്ധന പ്രകാരം നമ്മളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനോ, ഈ രണ്ട് കാറ്റഗറിയെയാണ് ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷെ BLOമാരുടെ അഭിപ്രായ പ്രകാരം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങൾക്കും അതിന് സൈൻ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കരട് പട്ടികയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അതിനകത്ത് പിന്നെ നമുക്ക് ഫോം 6 അല്ലെങ്കിൽ ഫോം 6 പ്രകാരം പുതിയ നമ്മളുടെ പേര് കൊടുത്ത് നമ്മുടെ പേര് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രവാസികളുടെ വിഷയം, മർസൂഖ് ബാഫിഖ് തങ്ങളുടെ കൂടെ പ്രവാസികളുടെ വിഷയത്തിൽ പ്രവാസികളെ ഒരു മെയിൻ ആശങ്ക അവർ പ്രകടിപ്പിച്ചത് 2002 2025 പട്ടികയിൽ ഇല്ലാത്തവർ എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് നമ്മളെ അവസ്ഥ, അവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നാണ്. അപ്പൊ അങ്ങനെ കിട്ടാത്ത ആളുകൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രോസസ്സ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്ത് 6A ഫില്ല് ചെയ്ത് അവർക്ക് പുതിയ വോട്ട് ചേർക്കുക എന്നുള്ളതാണ്. എന്യൂമറേഷൻ ഫോമിൽ അവരുടെ പേരുണ്ടെങ്കിൽ അവര് ചെയ്യേണ്ടത് അവരുടെ നാട്ടിലുള്ള ആരെങ്കിലും അത് ഏൽപ്പിച്ചു അത് ഫില്ല് ചെയ്ത് സമയത്തിന് BLOമാർക്ക് അത് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. രണ്ട് പ്രോസസ്സാണ്. അത് അവിടെ ഏൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, അവരുടെ പേരുള്ള എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ 6A ഫില്ല് ചെയ്ത് അവരെ വോട്ട് പുതിയൊരു വോട്ടറായിട്ട് വോട്ട് ചേർക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട ഒരു നടപടിക്രമം. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം നമ്മൾ ഒരു രേഖയും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കിട്ടുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരും അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിനോ അത് ഒപ്പിട്ട് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ആകെയുള്ളതെന്ന് പറഞ്ഞാൽ 2002 നമ്മളുടെ ഈ പറയുന്ന ഏതെങ്കിലും മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെയോ ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതിനുശേഷം, അതായത് ഈ ഒരു മാസത്തെ ഈ പ്രക്രിയയ്ക്ക് ശേഷം ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ കരട് വോട്ടർ പട്ടികയിൽ എങ്ങാനും ഇനി പേര് വന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അപ്പോഴും ഉണ്ട്. അപ്പൊ നമുക്ക് വേവലാതിപ്പെടാനൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ ഇപ്പൊ നേരത്തെ മർസൂഖ് പറഞ്ഞ പോലെ തന്നെ ഫോം 6ഉം 6Aയും ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ വോട്ടറായിട്ട് തന്നെ എൻറോൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇപ്പോ ഈ ഒരു മാസത്തിന്റെ ഈ ഗ്യാപ്പിൽ നടക്കുന്ന ഈ പ്രക്രിയയിൽ നിങ്ങളുടെ പേര് ഉണ്ടോ ഇല്ലെന്നുള്ളത് കരട് വോട്ടർ പട്ടികയിലാണ് അറിയാൻ പറ്റുകയുള്ളൂ. അതിനകത്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് വേറെ പോംവഴികളുണ്ട്. അതുകൊണ്ട് അതിനകത്ത് വേവലാതിപ്പെടാനൊന്നുമില്ല. ഒന്നുകൂടി ഒരിക്കൽ കൂടി അറിയിക്കുന്നു.